ബ്രൂസ്ലിയുടെ സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങുന്നവരെ ഇങ്ങനെയാണ്, ആരെങ്കിലും ഒന്ന് തല്ലിയെ കൊള്ളാന്ന്. നാവ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സത്യം പറയുന്ന സാധനമൊന്നുമല്ല. ഒരാളെ കാണും, അയാൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടപ്പെടാത്ത ഒരാളാണ് വരുന്നത്, എന്നാലും നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയും. അകത്ത് കാലത്തെ വന്ന് ചേർത്താൻ അകം പറയുന്നത് വേറെയാണ്, അതാണ് സത്യം. സാർ നമ്മളെ കുറെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് വന്ന് സംസാരിച്ചിട്ടുണ്ട്. അത് ഒരു ദിവസം 2 ദിവസം അത്ര മോട്ടിവേഷൻ ഫീൽ ചെയ്യാറുള്ളൂ. പക്ഷെ നമുക്ക് എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ലൈഫിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ആ ടിപ്സും പറഞ്ഞു. അടിപൊളി, കറക്റ്റ് ചോദ്യം. പേരെന്താണ്? ഭുവനേഷ്. ഭുവനേഷ്, ഓക്കെ ഭുവനേഷ്, കറക്റ്റ് ചോദ്യമാണ് ചോദിച്ചത്. വെള്ളം അടുപ്പിൽ ഉള്ളപ്പോൾ തിളയ്ക്കും, ഇറക്കി വെച്ചാൽ ചൂടായിരിക്കും, ഒരു ദിവസം കഴിഞ്ഞാൽ തണുത്തിരിക്കും. ഇതേപോലെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഭയങ്കര ന്യായ കാര്യമുള്ള ആളിയാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ആവും. ഈ ബ്രൂസ്ലിയുടെ സിനിമ, ബ്രൂസ്ലി അറിയാലോ, ബ്രൂസ്ലിയുടെ സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങുന്നവരെ ഇങ്ങനെയാണ്, ആരെങ്കിലും ഒന്ന് തല്ലിയെ കൊള്ളാന്നിട്ട് ഇങ്ങനെ. ഈ നല്ല സിനിമകൾ ചിലപ്പോൾ അനിത്തി പ്രാവ് പോലത്തെ പാവ സിനിമകളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങി വന്ന് ഇങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇമ്പാക്ട്, മൂവീസ് ഇമ്പാക്ട് ഓൺ ഫോർ സം ടൈം, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ റെസിഡ്യൂവൽ ടൈം. മട്ട് കുറച്ചു നേരം കാണും. ആൻഡ് ഐ എം എ ട്രെയിനർ, ഐ എം വെരി കെയർഫുൾ നോട്ട് ടു ഡു ദ മിസ്റ്റേക്ക്, ബ്ലണ്ടർ. കാരണം എന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടെങ്കിൽ മാറ്റം ഹാസ് ടു ബി സസ്റ്റൈനബിൾ. അതെന്താ സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ആയിരിക്കണം. എന്തായിരിക്കണം? പെർമനന്റ് ആയിരിക്കണം. പെർമനന്റ് ആയിരിക്കണം. അതെന്താ സാർ പെർമനന്റ്? കാരണം എനി ചേഞ്ച് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ എ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് പെർമനന്റ്. വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ യുവർ കോൺഷ്യസ് മൈൻഡ് ഈസ് നോട്ട് അറ്റ് ഓൾ. സീനിയർ സിറ്റിസനെ റെസ്പെക്ട് ചെയ്യണമെന്നെങ്കിൽ നമ്മൾ പറയും എല്ലാം മേരാ ഭാരത് മഹാൻ, ഓൾ ഇന്ത്യൻസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് അപ്പം തന്നെ പോടാ തെണ്ടി എന്നൊക്കെ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. മേരാ ഭാരത് മഹാൻ, ഓൾ ഇന്ത്യൻസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പറയുന്നത് നാവല്ലേ. നാവ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സത്യം പറയുന്ന സാധനമൊന്നുമല്ല. ഒരാളെ കാണും, അയാൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടപ്പെടാത്ത ഒരാളാണ് വരുന്നത്, എന്നാലും നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയും. അകത്ത് കാലത്തെ വന്ന് ചേർത്താൻ. എന്താണ്? അകം പറയുന്നത് വേറെയാണ്, അതാണ് സത്യം. നിങ്ങളുടെ മനസ്സിൽ ഒരു സംഭവം വീണ് കിട്ടിയാൽ ഇറ്റ് ബിക്കംസ് എ പെർമനന്റ് ചേഞ്ച്. ഇറ്റ്സ് കോൾഡ് സബ് കോൺഷ്യസ് കോമ്പിറ്റൻസി. അതിന്റെ പേരെന്താണ്? എല്ലാവരും പറയണം, അറിഞ്ഞില്ലെങ്കിലും വെറുതെ പറയാം. സബ് കോൺഷ്യസ് കോമ്പിറ്റൻസി. സബ് കോൺഷ്യസ്. ആദ്യത്തെ ദിവസം കാർ ഓടിക്കാൻ പോയിരുന്ന് അന്ന് ആരെങ്കിലും കാർ ഓടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എല്ലാവരും നടിക്കും കാർ ഓടിക്കുന്ന പോലെ. അപ്പൊ കാർ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്, ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ ഒരു. അപ്പൊ ആദ്യമായിട്ടാണ് സ്റ്റിയറിംഗ് പിടിക്കുന്നത്. കാരണം അവിടെ പോയാൽ കാർ ഓടിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ തന്നെ പഠിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം. ABC, ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, അപ്പൊ ഗിയർ. ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ഒന്ന് ചോദിച്ചു, നീ കാറൊക്കെ ഓടിക്കുമെന്ന്. എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. കാർ സീറ്റ് ഇരുന്നോണ്ടിരിക്കുകയാണ്, വിധം പിടിച്ചോണ്ട്. എന്ത് പറയണമെന്ന് അറിഞ്ഞു? കാർ ഓടിച്ചോണ്ടിരുന്നോ നടിച്ചോണ്ടിരുന്നോ? പറയണം, എല്ലാവരും പറയണം, ധൈര്യമായിട്ട് പറയണം. നടിച്ചോണ്ടിരുന്നു ആണോ ഇല്ലേ? 1 മാസം കഴിഞ്ഞാൽ ഓടിക്കോ നടിക്കോ? ഒച്ചത്തിൽ പറയണം. ഓടിക്കും. എല്ലാം നടിപ്പാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ചോദിച്ച ഒരു കാര്യം, നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രെയിനറിന്റെ ആവശ്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് 3 ദിവസം ഉണ്ടാവും. അമ്മയുടെ ആവശ്യം ഉണ്ടെങ്കിൽ അത് 4 ദിവസം കാണും. അപ്പന്റെ ആവശ്യമാണെങ്കിൽ അത് 6 ദിവസം കാണും. നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ അതിന്റെ പേര് പാഷൻ. അതിന്റെ പേരെന്താണ്? പാഷനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.